നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളെ ആദരിച്ചും അനുമോദിച്ചും നാടെങ്ങും വനിതാ ദിനാചരണം നടത്തി. മയക്കുമരുന്ന് ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാർ പോളി ജംഗ്ഷനിൽ ദീപം തെളിയിച്ചു. വാർത്തകൾ വിശദമായി. മണലൂർ കാരമുക്ക് വിളക്കുംകാൽ സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. 3 യുവാക്കൾക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശികളായ രാഹുൽ, നിതിൻ, അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാഞ്ഞാണി സെയിന്റ് തോമസ് CGSന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും പ്രൗഢിയായിട്ട് നിലനിന്നു എന്നതിന് യാതൊരു വക തർക്കവും ഉണ്ടായിരിക്കില്ല. ഏതൊരു സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെ ഒരു മനുഷ്യന്മാരുടെ വളർച്ചയും ഇതുപോലെ തന്നെ അവൻ്റെ ശൈശവം, അവൻ്റെ കൗമാരം, അവൻ്റെ യൗവനം, അവൻ്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു കാഞ്ഞാണി സെൻറ് തോമസ് UP സ്കൂള് ഇപ്പം എനിക്ക് ഒരു എന്താ പറയണ്ടേ അതിൻ്റെ യൗവന കാലഘട്ടം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. ഇന്ന് പണ്ട് കാലത്ത് പറഞ്ഞ മാതിരി നമ്മുടെ പള്ളി എവിടെയുണ്ടോ അവിടെ പള്ളിക്കൂടമൊക്കെ സ്ഥാപിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ കെട്ടിപ്പറ്റി പണ്ടത്തെ നമ്മുടെയൊക്കെ കാലമുതലായിട്ടുള്ള കാരണവന്മാർ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ് വെളിച്ചം, അല്ലെങ്കിൽ അറിവാണ് ഗുരു എന്ന് പറയുന്നത് മാതിരി അറിവുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരുവനെ അല്ലെങ്കിൽ ഒരുവൾക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. സ്കൂൾ മാനേജർ ഫാദർ ദാവീദ് വിധേയത്തിൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക വിൻസി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ, അന്ന മരിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലൈസ കുര്യാക്കോസ്, സിസ്റ്റർ വിസി വാഴപ്പള്ളി, വിരമിച്ച പ്രധാനാധ്യാപകൻ ജോസ് ആൻഡോ, AP റോബിൻ, ജോബിത റൈജു, ഇവാനിയ എന്നിവർ സംസാരിച്ചു. 1987 മുതൽ 2005 വരെ പ്രധാനാധ്യാപകനായിരുന്ന VR പീറ്ററെ യോഗത്തിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും ഉണ്ടായി. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ലോക വനിതാ ദിനാചരണം നടത്തി. ചൈതന്യ അംഗനവാടിയിൽ നടന്ന വനിതാ ദിനാചരണം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ആയാലും എല്ലാം ഇപ്പോൾ എല്ലാ പ്രക്രിയയിലും ഈ മാലിന്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കാനായിട്ട് നിൽക്കുകയാണ് സർക്കാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളുമായി ബന്ധപ്പെടുന്നവരാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. പിന്നെ എനിക്കറിയാം തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതും പ്രത്യേകിച്ച് 5-ാം വാർഡിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ ഏറ്റവും മറ്റു വാർഡുകളിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു വാർഡും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ആദരിക്കാൻ നമ്മളെ കൊണ്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരോട് പിന്നെ പറഞ്ഞ് മേറ്റമാരെ വിളിച്ച് പറഞ്ഞ് നിങ്ങളിൽ ആരാണ് മൂത്തത് അല്ലെങ്കിൽ മുതിർന്ന ഒരു തൊഴിലുറപ്പ് തൊഴിലാളി എന്ന നിലയിൽ. അപ്പോൾ അവർ തന്നെ എടുത്തു തന്ന സംവിധാനമാണ് അനിയച്ചിനെ നമുക്ക് തന്നിട്ടുള്ളത്.
ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗനവാടി ടീച്ചർ അഞ്ജു KB, ഹെൽപ്പർ നിമി പ്രേമൻ, വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങളായ ലിറ്റി ജോസ്, രമാ മണികണ്ഠൻ, വാർഡിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളിലെ പ്രായമുള്ള വനിതാ തൊഴിലാളി ആനി AV എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അംഗനവാടി ഹെൽപ്പർ ഗീത, ALMC അംഗങ്ങളായ ഹിമ രഞ്ജിതൻ, ലൂയിസ് താണിക്കൽ, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. വത്സലാശോകൻ, ഗിരിജ കൊടപ്പുള്ളി, കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ, സിമി ജോബി, കാഞ്ചന ധർമ്മരാജൻ, ഉഷ NS എന്നിവർ നേതൃത്വം നൽകി. ആദ്യത്തെ അനുഭവമാണ് ഈ വനിതാ ദിനത്തിൽ ഇങ്ങനെ ഒരു പൊന്നാട അണിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ മെമ്പർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും ഭയങ്കര സന്തോഷം. ആന മെമ്പർ നമ്മുടെ വാർഡിൽ മെമ്പറായി വന്നാൽ പിന്നെ ഞങ്ങളെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അനുമോദിക്കുന്നത്. ഈ വനിതാ ദിനത്തിൽ ഞങ്ങളെ ആദരിച്ചതിന് അമിതമായ സന്തോഷം. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിന്റെ പഠനോത്സവം നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രശ്മി ഹരിദാസ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക ശ്രീദേവി, സ്റ്റാഫ് സെക്രട്ടറി റീന എന്നിവർ സംസാരിച്ചു. ഒരു വർഷം കുട്ടികൾ നേടിയ അറിവുകളുടെയും ശേഷികളുടെയും അവതരണവും ഉണ്ടായിരുന്നു. കുട്ടികൾ തയ്യാറാക്കിയ പഠനവസ്തുക്കളുടെ പ്രദർശനവും നടത്തി. കടൽമണൽ ഖനനത്തിനെതിരെ മാർച്ച് 12 ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. കയ്പമംഗലം കമ്പനിക്കടവിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PA രാമദാസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് BS ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. PS ഷജിത്ത്, NK സുരേഷ്, MV വിഷ്ണു എന്നിവർ സംസാരിച്ചു. TD സുബി, AP രാജൻ എന്നിവരാണ് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ. പിൻവലിക്കണമെന്നുള്ള പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഈ നയം നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, ഈ നിയമം പിൻവലിക്കണമെന്ന പ്രമേയം സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ച് കോൺഗ്രസ് കയ്പമംഗലം 18-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, CS രവീന്ദ്രൻ, CC ബാബുരാജ്, DCC അംഗം മണി കാവുങ്ങൽ, ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റുമാരായ CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുനിത വിക്രമൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഫി മൂസ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വാർഡ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത്, ഷാബിൻ മുളമ്പറമ്പിൽ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PS മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഗോപാലകൃഷ്ണൻ പുത്തൂർ, KK വാസുദേവൻ, CJ ജോഷി, സുരേന്ദ്രൻ കുന്നത്തുള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കയ്പമംഗലത്ത് നിർധന കുടുംബത്തിന് സ്നേഹവീട് ഒരുങ്ങുന്നു. കയ്പമംഗലം 19-ാം വാർഡിലെ പരേതനായ പള്ളത്ത് നവീന്റെ ഭാര്യ സിന്ധുവിനും വിദ്യാർത്ഥിനികളായ 3 പെൺമക്കൾക്കുമാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ പിന്തുണയോടെ വീട് നിർമ്മിച്ചു നൽകുന്നത്. 622 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA തറക്കല്ലിടൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, RK ബേബി, സിബിൻ അമ്പാടി, BS ശക്തിധരൻ, KM വിജയൻ, MD സുരേഷ്, KG ദിലീപ്, പ്രതാപൻ കിഴക്കേ വീട്ടിൽ, തമ്പി കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കൗമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ പോളി ജംഗ്ഷനിൽ ദീപം തെളിയിച്ചു. മണ്ഡലം ട്രഷറർ ലാൽ ഊണുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV സെന്തിൽ കുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, ജോഷി ബ്ലാങ്ങാട്ട്, AK ചന്ദ്രശേഖരൻ, സിദ്ധാർത്ഥൻ ആലപ്പുഴ, PK ബേബി, സുരേഷ് ഇയാനി, അംബിക ടീച്ചർ, ജ്യോതിദാസ് ചന്ദ്രൻ പണിക്കശ്ശേരി, ഹരീഷ് വളവത്ത്, സുധൻ കാര്യപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ വളരെ പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്.
വെറും 25 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഈ കൊലപാതകത്തിനും അക്രമങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ വൻതോതിലുള്ള ലഹരിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1000 കോടി 10,000 കോടി എന്നീ കണക്കുകളൊക്കെയാണ് MDMAയും ഹാഷിഷും ഹെറോയിനും പോലുള്ള ഈ മരുന്നുകളും ലഹരികളും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തളിക്കുളം കൈതക്കൽ RJM പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തുടർച്ചയായുള്ള 10ാമത്തെ വർഷവും റമദാൻ കിറ്റ് വിതരണം നടത്തി. ഹാഫിള് നൌഫൽ സഖാഫി വയനാട് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങളായ നാസർ കയ്യാലാസ്, നിഷാദ് ദിനമണി, നസീർ അമ്പലത്ത്, അഷ്റഫ് മദാർ, സഗീർ, മനാഫ്, യൂസഫ്, അബു, ഇബ്രാഹിം മടുവൂരിയ, ഷാജി പാടൂരാൻ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് നവാസ് അമ്പലത്ത്, സെക്രട്ടറി ഷാജു മദാർ, വർക്കിംഗ് പ്രസിഡന്റ് PH സുലൈമാൻ ഹാജി എന്നിവർ റമദാൻ സന്ദേശം നൽകി. ആ റിയാദുൽ ജന്നയിലൂടെ നമ്മുടെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പരിചയക്കാരിലുള്ള അല്ലെങ്കിൽ മുത്തുമുഅ്മിനീങ്ങളായി വസിക്കുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും നടത്തി വരുന്ന ഈ പരിശുദ്ധമായ ഈ റമദാനിൽ പോലും ഓരോ മുഅ്മിനിൻ്റെയും കണ്ണീരൊപ്പുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി സൽക്കർമ്മങ്ങൾക്ക്, സ്വതക്കകൾക്ക് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ ഊന്നൽ നൽകേണ്ട ഈ പരിശുദ്ധ റമദാനിൽ നമുക്കറിയാം, ഹദീസിൽ കാണാം, മൻ ഫറജ അൻ മുസ്ലിമിൻ ഫറജല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ആരെങ്കിലും ഒരു ഫറജ് നൽകിയാൽ, ഒരു തുറസ് നൽകിയാൽ, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്താൽ ഫറജല്ലാഹു ലഹു. രാജ്യത്ത് ഡിഫൻസ് കൗൺസിൽ അഭിഭാഷകർക്ക് പ്രസവാനുകൂല്യം നിയമപോരാട്ടം ഫലം കണ്ടതിന്റെ സംതൃപ്തിയിൽ വനിതാ ദിനം ആചരിക്കുവാൻ അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി നിഷേധിക്കപ്പെട്ട പ്രസവാനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ദീർഘനാൾ നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു തൃശൂർ കോടതിയിലെ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലായ അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി നടത്തിയത്. എഡ്വിന പ്രസവാനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ആയതിന് സ്കീം പ്രകാരം വ്യവസ്ഥയില്ല എന്ന കാരണത്താൽ അനുവദിക്കപ്പെടുകയുണ്ടായില്ല. നിയമസേവന അതോറിറ്റി നിയോഗിക്കുന്ന അഭിഭാഷകർക്ക് ബന്ധപ്പെട്ട സ്കീമിൽ പ്രസവാവധിയെപ്പറ്റി പരാമർശിച്ചിട്ടില്ലാത്തത് മൗലിക അവകാശ ലംഘനമാണെന്നും സ്ത്രീകളോടുള്ള തൊഴിലിടങ്ങളിലെ വിവേചനമാണെന്നും ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് എഡ്വിന ബെന്നി യൂണിയൻ ഓഫ് ഇന്ത്യയെയും നാഷണൽ, സ്റ്റേറ്റ്, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിമാരെയും എതിർകക്ഷികളാക്കി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. എഡ്വിന ബെന്നിക്ക് വേണ്ടി ഗ്രാലൻ ആൻഡ് വാര്യർ അസോസിയേറ്റ്സ് ഹാജരായി. 2023 ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. അതിൽ 2023 അസിസ്റ്റൻറ്റ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലായിട്ടാണ് ഞാൻ സർവീസിൽ കയറിയത്. ആക്ച്വലി കോൺട്രാക്ട് ബേസിസിലാണ് സർവീസ് ഉള്ളത്. ഞാൻ 2024 ജൂണിൽ മെറ്റേണിറ്റി ലീവിന് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ DLSA പറഞ്ഞത് സ്കീമിലില്ല, അതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്യാണ് ഉണ്ടായത്. കെൽസയും ഇതുപോലെ തന്നെ സ്കീമിലില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് എൻ്റെ മെറ്റേണിറ്റി ബെനിഫിറ്റിൻ്റെ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നുണ്ടായി. പക്ഷേ അതിൽ നമുക്ക് ബെനിഫിറ്റൊന്നും അനുവദിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ശമ്പളരഹിതമായിട്ടുള്ള ഒരു ലീവാണ് നമുക്ക് അന്ന് അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് മെറ്റേണിറ്റി ആക്ട് പ്രകാരം കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഗ്രാലൻ ആൻഡ് വാര്യർ അസോസിയേറ്റ്സ് മുഖേന ഫയൽ ചെയ്യുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വിധി സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഒരു അപേക്ഷ, ഈ ഒരു റിട്ട് ഹർജി കോടതിയിൽ വന്നപ്പോൾ തന്നെ നാൽസ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണർന്ന് പ്രവർത്തിക്കുകയും അവർ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ലഭ്യമാണെന്ന്, അനുവദിക്കാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് അവരുടെ സ്കീമിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരമായിട്ട് ഇതിൻ്റെ ഗുണം എനിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ അപേക്ഷകളിലും എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. ഇടവേള.
Malappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ശ്രുതീഷ് ആലപ്പുഴ ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ശനിയാഴ്ച രാവിലെ കൊടിയേറ്റം നടന്നത്. 13, 14 തീയതികളിലാണ് ഉത്സവം. രക്ഷാധികാരി കെ ചന്ദ്രൻ, പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, സെക്രട്ടറി KG സ്മിഘോഷ്, ട്രഷറർ KV രതീഷ് എന്നിവർ നേതൃത്വം നൽകി. 13 രാവിലെ 3 കളമെഴുത്തുപാട്ട്, 8:30 രൂപക്കളം, 14 7:30 കലശാഭിഷേകം, 9 ശീവേലി, 9:30 പറനിറയ്ക്കൽ, 4 വാളമുക്ക് പടിഞ്ഞാറ് ശ്രീ നാരായണ ഗുരുദേവ സന്നിധിയിൽ നിന്ന് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, രാത്രി തായമ്പക, ദേവിക്ക് രൂപക്കളം, ഭഗവതിപ്പാട്ട്, ഗുരുതി സമർപ്പണം എന്നിവയുണ്ടാകും. ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ്, തൃപ്പയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർമാൻ വ്യാസബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വാർഡ് മെമ്പർ EP അജയഘോഷ്, ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർ റിസ്വാന, സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സീമ സക്കറിയ, EP തോമസ്, റാഫി, AV റഷീദ്, ANG ജെയ്ക്കോ, ഷെർലി ഷാജി, നെയ്മ റാഫി എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ സ്ത്രീകൾ സൂപ്പർ പവറാണ്. അത് നാം എല്ലാവരും അംഗീകരിച്ച് ആ സൂപ്പർ പവറിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. പഴയ സ്ത്രീകളല്ല ഇന്നത്തെ സമൂഹത്തിൽ. പണ്ടത്തെ സ്ത്രീ സമൂഹങ്ങൾ അടുക്കളയിൽ മുട്ടിപ്പലയിൽ ഇരുന്ന് പുരുഷന്മാരോട് പറയാൻ പോലും പഠിക്കുന്നു. നമ്മളുടെ അഭിപ്രായങ്ങളില്ല. അവിടെ അഭിപ്രായങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കാറില്ല. സക്രിയ പറഞ്ഞ പോലെ സതി സമ്പ്രദായം ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഇല്ല. വിദ്യാഭ്യാസം നമുക്ക് കിട്ടാനില്ല. പഴയ സ്ത്രീകൾക്ക് മാറി മറിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വനിതകൾ വളരെയധികം മുന്നോട്ട് പോയി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിലായി. കയ്പമംഗലം പുളിഞ്ചോട് ചൂണ്ടയിൽ വീട്ടിൽ പ്രാണൻ എന്ന ജിനേഷാണ് അറസ്റ്റിലായത്. 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് നിലനിൽക്കെ തൃപ്പയാർ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് അടിപിടി കേസിൽ ഉൾപ്പെട്ട കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാണ് ജിനേഷിനെ അറസ്റ്റ് ചെയ്തത്. വലപ്പാട് SHO MK രമേഷ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി സെബാസ്റ്റ്യൻ, സോഷി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജിനേഷിന് വലപ്പാട്, കയ്പമംഗലം, മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, കഞ്ചാവ് വിൽപ്പന തുടങ്ങി 30ഓളം കേസുകളുണ്ട്. മുറ്റിച്ചൂർ ഉണ്ണിമാറിമംഗലം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള ഓട്ടുപാത്രങ്ങളും വിളക്കുകളും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ജീവനക്കാർ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വലിയമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. 2 ഭണ്ഡാരങ്ങൾ തകർത്ത പണമെടുത്തിട്ടുണ്ട്. വഴിപാട് കൗണ്ടറിലെ മേശയിലെ പണവും നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി.
തളികുളം ഗ്രാമപഞ്ചായത്ത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാതൃകാ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി മഹിളാ സഭ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. തളികുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മഹിളാ സഭ തൃശൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV വിശാലാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയുടെ ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകയുമായ MV വിശാലാക്ഷി ടീച്ചറെയും സംസ്ഥാനത്തെ ആദ്യ വനിതാ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായ മിശ്രിയെയും പഞ്ചായത്ത് ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ്, സുമന ജോഷി എന്നിവർ സംസാരിച്ചു. ഹസ്ന, സുമിത എന്നിവർ മഹിളാ സഭയുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തു. പൊതുവിൽ ഇപ്പോൾ പറഞ്ഞാൽ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ഞാൻ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാ. എല്ലാവരും സ്വസ്ഥഗൃഹഭരണവും പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടാവും. അത്ര അതിനപ്പുറത്ത് പോയവരാരും ഉണ്ടാവുകയില്ല. അതാണ് സ്ത്രീകളുടെ ഒരു ജോലി തോന്നി ചോദിച്ചാൽ പിന്നെ ജോലി ഇല്ല എന്നാ എല്ലാവരും പറയാ. പക്ഷെ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജോലി ഉണ്ട് എന്ന് പറയുന്നവരോ അവരൊരു 9:30 മുൻപ് ജോലിയൊക്കെ അവസാനിപ്പിച്ച് കുളിയും കുപ്പായമൊക്കെ മാറി അവർ ജോലിക്കാരായി പോവുക. അപ്പോൾ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് സാധാരണ ജോലിയല്ല. പുരുഷൻ ജോലിക്ക് പോകുമ്പോൾ ആ ജോലി എടുത്താൽ മതി. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം പള്ളി അങ്കണത്തിൽ നടത്തി. ഇടവകയിലെ 80 വയസ്സ് കഴിഞ്ഞ അമ്മമാരെയും വനിതകളെയും അനുമോദിച്ചു. രോഗം മൂലം വീടുകളിൽ കഴിയുന്നവരെ വീടുകളിലെത്തി ഷാൾ അണിയിച്ചും മൊമന്റോ നൽകിയും അനുമോദിച്ചു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അനുമോദന സദസ്സ് ഇടവക വികാരിയും ഡയറക്ടറുമായ റവറന്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പാതുവ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആൻഡോ വനിതാദിന സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയക്കൽ, ജെസി വർഗീസ്, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. ഷാലിമോൾ ഫ്രാൻസിസ്, റോസ്മോൾ ജോസഫ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. പള്ളിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അമ്മിണി ടീച്ചർ, കൊച്ചന്നം ചാക്കോ, മാത്തിരി പൊറിഞ്ചു എന്നിവരെ അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന വനിതാ ദിനാഘോഷം നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആര്യ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷനായി. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, റീത്ത ടീച്ചർ BN ജയാനന്ദൻ, സജിത ടീച്ചർ TK ഹരിദാസ്, ഷീജ, ലളിത, ലതിക, പ്രസന്നകുമാരി, ആശാലത എന്നിവർ സംസാരിച്ചു. സന്തോഷമാണ്. ഞാൻ ഭയങ്കര ബഹളമൊക്കെ വെച്ച് ഓടിച്ചിരിക്കും. അവർ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും പറയുമെന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ പറയുന്നത് ടീച്ചർ അവിടെ കണ്ട സംഭവങ്ങൾ പോലും ഞാൻ കൃത്യമായിട്ട് പറയും. അന്നേരം അവരെ മുഖത്തുണ്ടാവുന്ന സന്തോഷം തന്നെയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അപ്പോ കഴിയുമെങ്കിൽ ഞാനും ഒന്ന് പച്ചയൊക്കെ ഇട്ട് വന്നേനെ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളെല്ലാവരും പച്ചക്കിളികളായിട്ട് വരാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും അത് വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക കൂട്ടായ്മ ഉണ്ടായിരിക്കുക, അതില് ഒരു ഡ്രസ് കോഡ് ഇട്ട് എല്ലാവരും വലിയ സന്തോഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ വനിതാ ദിനത്തെ കുറിച്ചും വനിതാ ശാക്തീകരണത്തെ കുറിച്ചും ചൂലൂർ നടുപ്പറമ്പിൽ ദേവസ്വം ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, പൊങ്കാല സമർപ്പണം, ഉച്ചപൂജ, വൈകിട്ട് എഴുന്നള്ളിപ്പ്, തെയ്യം, ദീപാരാധന, ചുറ്റുവിളക്ക്, രാത്രി തായമ്പക, ഗുരുതി തർപ്പണം, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK പ്രകാശൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി NK കരുണാകരൻ, പ്രസിഡന്റ് NK വിനോദൻ, സെക്രട്ടറി NS സജീവ്, ട്രഷറർ NS അജിത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
വനിതാ ദിനത്തിൽ ബാങ്കിന്റെ ആദ്യകാല വനിതാ അംഗത്തെ റൂറൽ ബാങ്ക് ആദരിച്ചു. 90 വയസ്സുള്ള വലപ്പാട് പാറേക്കാട്ട് വാസുദേവന്റെ ഭാര്യ സുശീലയെയാണ് വീട്ടിലെത്തി ആദരിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് പൊന്നാട അണിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് ഉപഹാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ വി ആർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ്, ഡയറക്ടർമാരായ സക്കീർ ഹുസൈൻ, ബി എസ് ജോത്സ്ന, ദിവ്യ ലിജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. 1960-ൽ ബാങ്കിന്റെ അംഗത്വമെടുത്ത സുശീല ബാങ്കിലെ ഏറ്റവും മുതിർന്ന അംഗവും മികച്ച സഹകാരിയുമാണ്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് വനിതാ ദിനത്തിൽ നമ്മുടെ ബാങ്കിലെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും ആദ്യത്തെ വനിതാ അംഗത്തിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. പാറക്കാട്ട് വാസുദേവൻ ഭാര്യ സുശീല 1960-ലാണ് നമ്മുടെ ബാങ്കിൽ അംഗത്വമെടുത്തിട്ടുള്ളത്. അവർ ബാങ്കിൻ്റെ ഒരു നല്ല കസ്റ്റമർ കൂടിയായിരുന്നു. ഇപ്പോഴും നല്ല കസ്റ്റമറാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അമ്മയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് ബ്ലോക്ക് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. അന്തിക്കാട് പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു പെൻഷനേഴ്സിന്റെ യൂണിയനെ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളാണ്. എന്നുവെച്ചാൽ ടീച്ചർമാരായിട്ടും ഗവൺമെൻറ് ഓഫീസുകളിൽ വർക്ക് ചെയ്ത് അവർക്ക് എല്ലാവരും പഠിച്ചിരിക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് എന്താണ് പറയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കൃത്യമായി കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ത്രീകളുടെ പെൺകുട്ടികളുടെയും സമത്വത്തിനും അവകാശത്തിനും അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയാണ് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്. ബ്ലോക്ക് വനിതാവേദി കൺവീനർ ടി എസ് വിശാലാക്ഷി അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി എം ജി ജയശ്രീ പ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്യാമളാദേവി, ബ്ലോക്ക് പ്രസിഡന്റ് പി ശശിധരൻ, ബ്ലോക്ക് സെക്രട്ടറി ടി കെ പീതാംബരൻ, ബ്ലോക്ക് ഖജാൻജി ടി ഗോപാലകൃഷ്ണൻ, അന്തിക്കാട് യൂണിറ്റ് വനിതാവേദി കൺവീനർ ലൈല കെ എ, അരിമ്പൂർ യൂണിറ്റ് വനിതാവേദി കൺവീനർ പി വി പ്രസന്ന, മണലൂർ യൂണിറ്റ് വനിതാവേദി കൺവീനർ ആഗ്നസ് തട്ടിൽ, ചാഴൂർ യൂണിറ്റ് വനിതാവേദി കൺവീനർ കെ എം സുമതി, താന്യം യൂണിറ്റ് വനിതാവേദി കൺവീനർ പി എൻ പാഞ്ചാലി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ രാധാമണി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ആർ പുഷ്പവല്ലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബ്ലോക്ക് വനിതാവേദി അവതരിപ്പിച്ച സംഘനൃത്തം ഉണ്ടായിരുന്നു. തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഉത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ശിവേലി എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് 3 ആനയുടെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ഉണ്ടായി. നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഭഗവാന്റെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു.
ശ്രീവേദ വ്യാസ നമ്പിക്കടവ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ കാവടിയും ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഭാരവാഹികളായ രക്ഷാധികാരി EG ചന്ദ്രബോസ്, TU സുഭാഷ് ചന്ദ്രൻ, PK ഭരതൻ, പ്രസിഡന്റ് NK മോഹനൻ, സെക്രട്ടറി KK ഫൽഗുണൻ, ട്രഷറർ TK സുകുമാരൻ, വൈസ് പ്രസിഡന്റ് KR ഗോകുലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ P ശശിധരൻ നായർ, വല്ലത്ത് ശശീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളായി നടന്നുവന്ന കളമ്പാട്ട മഹോത്സവത്തിന് സമാപനമായി. 1-ാം ദിവസം വൈകിട്ട് ദീപാരാധന, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, രാത്രി കർണയക്ഷിക്ക് രൂപക്കളം എന്നിവ നടന്നു. സമാപന ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തി ദിനേശ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സദാനന്ദൻ AP, സെക്രട്ടറി പ്രദീപ് അരയമ്പറമ്പിൽ, ട്രഷറർ അനീഷ് AS, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 9 ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം. കഴിമ്പ്രം നെടിയേരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് സരസ്വതി പൂജ നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, അഹസ് പൂജ, ഉപദേവതകൾക്ക് പൂജ, സരസ്വതി പൂജ, പൂമൂടൽ, ശിവേലി, വൈകിട്ട് കളഭച്ചാർത്ത്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പൂജകൾ, രാത്രി അത്താഴപൂജ, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന വാസുദേവൻ നമ്പൂതിരി ചെറുവത്തേരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് NS രമേശ് ബാബു, സെക്രട്ടറി ഷമ്മി NK, ട്രഷറർ ഷിബു നെടിയിരിപ്പിൽ, ഉത്സവാഘോഷ ചെയർമാൻ NK ബീദി ഹരൻ, കൺവീനർ NS ഇന്ദുലാൽ, ട്രഷറർ NK ഷോർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മാർച്ച് 9 ഞായറാഴ്ചയാണ് ആറാട്ട് മഹോത്സവം. ഓം സുഭദ്രായ നമഃ. ഓം സുരപൂജിതായ നമഃ. ഓം സുവാസിന്യേ നമഃ. ഓം സുനാഥായ നമഃ. ഓം വിനിദ്രായ നമഃ. ഓം പത്മലോചനായ നമഃ. ഓം വിദ്യാരൂപായ നമഃ. ഓം വിശാലാക്ഷി നമഃ. ഓം ബ്രഹ്മജയായ നമഃ. ഓം മഹാബലായ നമഃ. നടിക മുൻ MLAയും കേരള ഹൗസിംഗ് ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപിയുടെ മാതാവ് പാങ്ങ് ചെറാട്ടി വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യ അമ്മുക്കുട്ടി അന്തരിച്ചു. ഗോപി, ശിവൻ, ഗിരിജ, ഗീത, സിന്ധു എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് എളവള്ളി പൊതു ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണിയിൽ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളെ ആദരിച്ചും അനുമോദിച്ചും നാടെങ്ങും വനിതാ ദിനാചരണം നടത്തി.
മയക്കുമരുന്ന് ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാർ പോളി ജംഗ്ഷനിൽ ദീപം തെളിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.